നമ്മൾ ഇനി പോകുന്നത് എറണാകുളം കളമശ്ശേരിയിലേക്കാണ്. അവിടെ സീപോർട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. നഷ്ടപരിഹാരമായി അധിക തുക കൈപ്പറ്റിയെന്നും ഉടൻ ഇത് തിരികെ നൽകണം എന്നതുമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഒരു മാസത്തിനകം തുക തിരികെ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും വന്നിരിക്കുന്നു. 20 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അവർ കടുത്ത പ്രതിസന്ധിയിലും നിരാശയിലുമാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണ കടമ്പകൾ കടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണെന്ന് അധികാരികൾ പറയുമ്പോഴും ഈ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് പല പ്രശ്നങ്ങളും നേരിടുകയാണ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്റർ 4 വരിപ്പാതയായി വിഭാവനം ചെയ്തതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഒട്ടേറെ പ്രതിസന്ധികളും നിയമ പോരാട്ടങ്ങളും കടന്നാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. കരിങ്ങാച്ചിറ മുതൽ കളമശ്ശേരി വരെ 13 കിലോമീറ്റർ ഒന്നാം ഘട്ടത്തിലും എയർപോർട്ട് വരെയുള്ള 17 കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിലും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അതിനിടെയാണ് പദ്ധതിക്കായി സ്ഥലം നൽകിയവർക്ക് നോട്ടീസ് ലഭിച്ചത്. 2014 സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് 2,65,000 രൂപ വില വെച്ചാണ് ഞങ്ങൾക്ക് അന്ന് തന്നത്. ഇപ്പോൾ ഈ തന്ന പൈസയിൽ 33,000 രൂപ തിരിച്ചടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ നോട്ടീസ് വന്നേക്കണത്. ഞങ്ങൾ അന്ന് ആ പൈസ ഇവിടെ സ്ഥലവില അന്ന് തന്നെ 5 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് ഞങ്ങളെ 2,65 ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഞങ്ങളെ കൊണ്ടിപ്പോൾ അത് അടക്കാനുള്ള ശേഷിയില്ല. കാരണം എന്താ, എല്ലാം ആ ഒരു 10 വർഷം മുമ്പ് കിട്ടിയതെല്ലാം തീർന്നു. ഇപ്പോൾ നിലവിൽ സൊസൈറ്റിയിൽ ലോണും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കണേ. ഞങ്ങൾ എവിടെ നിന്ന് എടുത്തപ്പോൾ അടക്കാനാണ് ഈ പൈസ? സീപോർട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ 20 പേർക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരമായി അധിക തുക കൈപ്പറ്റിയെന്നും ഉടൻ തിരികെ നൽകണം എന്നുമാണ് നിർദ്ദേശം. ഇത്ര വർഷം മുമ്പ് കിട്ടിയ ആ പൈസ കൊണ്ട് പലരും വീട് വയ്ക്കാനും, കാരണം എല്ലാവരും അത്താഴപ്പട്ടിണിക്കാരാണ്. അപ്പോൾ അവരൊക്കെ വീട് വയ്ക്കാനും പെൺകുട്ടികളെ കെട്ടിയാനൊക്കെ കാശൊക്കെ കൊടുത്തു. ഇന്നിപ്പോൾ ആരുടെ കയ്യിൽ നിവൃത്തിയില്ല. ഇന്ന് ചെയ്യണമെങ്കിൽ കിടക്കുന്ന ഉമ്മരം വിറ്റിട്ട് വേണം പൈസ ഇറക്കേണ്ടി വന്നാൽ, അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് കാറ്റഗറി 4 കിടന്നിരുന്ന വസ്തു ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച നോട്ടീസിൽ കാറ്റഗറി 6 മാറിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നും ഇവർ പറയുന്നു. ഒരു മാസത്തിനകം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന തുക തിരികെ നൽകിയില്ലെങ്കിൽ ജപ്തി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നമ്മളിൽ നിലവിൽ അടക്കാനുള്ള പൈസയില്ല. പൈസ ഞങ്ങൾ പെങ്ങന്മാരെ കെട്ടിക്കാനും പെങ്ങന്മാരെ ഷെയറൊക്കെ അങ്ങനെ കൊടുത്ത് തീർത്താണ്. ഒത്തുതീർപ്പ് ചർച്ചയിലാണ് 2,65,000 രൂപയ്ക്ക് തീരുമാനമായി സ്ഥലം കൊടുത്തത്. 15 സെൻറ്റ് സ്ഥലം റോഡിനടുത്തു, 5 സെൻറ്റ് ഇപ്പുറത്ത് കിടക്കാണ്. അതിനകത്ത് പാടത്ത് കൃഷി ചെയ്യാനും പറ്റില്ല. നികത്താൻ വേണ്ടിയിട്ട് ഭൂമി തരമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തിട്ട് അതും പാസ്സായില്ല, അത് തള്ളിക്കളഞ്ഞു. 1894 നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തത് എന്നും 2014 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ഭൂമി ഏറ്റെടുത്ത് 11 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അധിക തുക കൈപ്പറ്റിയെന്നും ഈ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് അയക്കുന്നത്. ഈ പ്രശ്നത്തിന് സർക്കാർ തലത്തിൽ നയപരമായ ഒരു ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അതീഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.